ഒരുമിച്ച് കിടക്കുക, ഒരുമിച്ച് ലൊക്കേഷനിൽ വരിക, അങ്ങനെ പോകുന്ന ഒരു ടീമുണ്ട്. അങ്ങനെ ലാൽ ജോസിൻ്റെ ഒക്കെ ടീമിന് ശേഷം വന്ന ഒരു ടീമാണ് ആഷിഖ്, ഷൈന്, പിന്നെ സുഗീത്. ഓർഡിനറിയുടെ സംവിധായകൻ സുഗീത് ഉണ്ട്. സുഗീത് അസിസ്റ്റന്റ് ആയിരുന്നു. സുഗീത് ഇപ്പോൾ സ്ഥലത്തില്ല, ദുബായിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല സുഗീതിന്. പിന്നെ ഹരീഷ് ഒരുപാട് സിനിമയിൽ ഇതുപോലെ എൻ്റെ കൂടെയും അതിനുശേഷം ആഷിഖിൻ്റെയും ഒക്കെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അവരൊക്കെ നമുക്ക് വേദിയിലേക്ക് വിളിക്കണം. അതിന് മുമ്പ് തീർച്ചയായിട്ടും ഷൈനെ കുറിച്ച് വീഡിയോ കാണുമല്ലോ. അതിന് മുമ്പ് എന്തായാലും ആഷിഖ് സാർ എന്താ പറയുന്നത് നമുക്കൊന്ന് പറയാം. കൂട്ടുകാരനെ കുറിച്ച് കൂട്ടുകാരൻ എന്ത് പറയണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെയാണ്, ഇതൊരു ഫാമിലി ഫംഗ്ഷൻ പോലെ ആണ് തോന്നുന്നത്. ഔപചാരികമായിട്ടൊന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ കംസാർ പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യ സ്നേഹമാണ്. അത് അങ്ങനെ എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ പറ്റിയ രീതിയിലുള്ള മൊമെന്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചീത്തവിളി ഓബിയസ്ലി ഉണ്ട്, അത് ഏറ്റവും അറ്റത്തെത്തുമ്പോഴേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് സ്നേഹം തന്ന് വളർത്തിയ ഗുരുനാഥന് വലിയ നന്ദി. അതുപോലെ ഷൈൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ കൂടെയാണ് വന്നത്. അതിന് ശേഷം സമീറിൻ്റെ കൂടെ പോയി. അപ്പോൾ ഷൈനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുകയും ഇന്ന് 100 സിനിമകൾ തിരഞ്ഞു നിൽക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഹീറോ ആയി മാറിയതും സാറിൻ്റെ പടത്തിൽ തന്നെ. അത് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാഹചര്യം സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് മോശമില്ലാണ്. അപ്പോൾ സന്തോഷം സാറ് ഈ സിനിമ സാറ് ഇതൊരു കൂടുതൽ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയാണ്. കാരണം ഒരു കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സെറ്റില് എന്ത് തമാശ പറയുന്നത് സുഖമൊക്കെ എൻ്റെ കൂടെ എത്ര പടം ഇറക്കിയത് മനോജ് പിള്ള എന്നെക്കാൾ വലിയ ചൂടാണ്. സുഖ് ഞാൻ എത്ര ചൂടായി കഴിഞ്ഞാലും ഒരു അക്ഷരം കിട്ടില്ല, മനസ്സിലായി. പക്ഷെ മനോജ് പിള്ള ഞങ്ങൾ രണ്ടുപേരും ചൂടൻ പറയാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എപ്പോൾ ചൂടാവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ചൂടാവും. എന്ത് കാര്യമായിരുന്നു ശരിക്കും നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ പണ്ട് ഒരു ചിലർ പറഞ്ഞിട്ട് പണ്ട് ഞാൻ ഉണ്ണിമേരി എന്നുള്ളത് എങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ണിമേരിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. സേതുമാൻ സാർ പടാം ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്റെ ബോധ്യപ്പോക്കില്ല, ഡയലോഗ് ശ്രദ്ധിക്കില്ല. കുറച്ചുകൂടി ഞാനൊക്കെ ചീത്ത പറഞ്ഞു. അത് ഞാനൊന്നും അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും വലിയ നായികമാരെ ചീത്ത പറഞ്ഞില്ല. ഡയലോഗ് അറിയാലോ. സാർ അന്ന് വിട്ടു. കാരണം സേതുമാൻ സാർ വളരെ സൗമ്യനായിട്ടുള്ള ഹെഡ് മാസ്റ്ററാണ് സാറ്. സെറ്റില് ഒരാൾ സംസാരിക്കാൻ പോലില്ല, അങ്ങനത്തെ ഒരു സെറ്റാണ്. ഞാൻ ചൂടായി. അപ്പൊ അന്ന് തുടങ്ങിയാണ് ഈ ശീലം. അപ്പൊ അറ്റൻഡ് ചെയ്യല്ല, ശ്രദ്ധിക്കില്ല എന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ചൂടാവുള്ളൂ. എല്ലാ സമയത്ത് ഞാൻ ചൂടാവില്ല, മുടി പറിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഗ്രേസ് അങ്ങനെ ഒന്നല്ലേ? ഓക്കെ 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 ഓക്കെ.